അത് ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെലിഞ്ഞവർക്ക് കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അല്ല, നമുക്ക് മെലിഞ്ഞവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് ഒരു പ്രശ്നമില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. വണ്ണം കൂടിയവർക്ക് അവനെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ നമുക്കായിരിക്കില്ല പ്രശ്നം, നമ്മളെ കാണുന്നവർക്കാണ് കൂടുതലായിട്ട് പ്രശ്നം. അവർ കണ്ടപാടെ നമ്മളോട് വീട്ടിലത്തെ വിശേഷങ്ങളല്ലേ, നമ്മുടെ വിശേഷങ്ങളല്ല, എന്താണ് സുഖമാണോ എന്നൊന്നല്ല അവർക്ക് ഇങ്ങനെയൊക്കെ ചോദിച്ചൊരു സുഖം കിട്ടുമല്ലേ. അവർ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് പറയും, നീ എന്തെങ്കിലും മെലിഞ്ഞ് ഒട്ടി ഉണങ്ങിയിരിക്കണം. സിനിമാ നടികളൊക്കെ മെലിഞ്ഞിരുന്ന അവർ ഭയങ്കര സ്ലിം ബ്യൂട്ടി, നമ്മൾ പാവങ്ങൾ ഇത്തിരി മെലിഞ്ഞിരുന്ന കഞ്ഞി കിട്ടാത്ത വീട്ടിലെ കുട്ടി. ഇപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ തൈറോയ്ഡ് പ്രോബ്ലം അല്ലേ, നമുക്ക് ഗേൾസിലൊക്കെ കുറച്ചധികം കണ്ടുവരുന്ന ഒരു ചില ബോയ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗേൾസിലാണ് കുറച്ച് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. 2 ടൈപ്പ് തൈറോയിഡിൽ, ഹൈപ്പർ ആൻഡ് ഹിപ്പോ പറഞ്ഞ 2 ടൈപ്പ് തൈറോയിഡ് ഉണ്ട്. അതിൽ ഒരു തൈറോയ്ഡ് വന്നിട്ട് നമുക്ക് വണ്ണം കുറയുന്നതും ഒരു ടൈപ്പ് വന്നിട്ട് വണ്ണം കൂടുന്നതും ആയിട്ടുള്ള തൈറോയിഡാണ്. അതൊക്കെ ഹോർമോൺ വേരിയേഷൻ കാരണം നമുക്ക് ഉണ്ടാകുന്നതാണ്, നമ്മൾ ആരും ആഗ്രഹിച്ചിട്ട് വരുന്ന സംഭവമല്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളെല്ലാം തികഞ്ഞവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ കുറവുകൾ ആദ്യം എന്താ വെച്ചാൽ മറക്കുക, എന്നിട്ട് മറ്റുള്ളതിൻ്റെ കുറവുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞിട്ട് നമുക്ക് എന്താണ് കിട്ടാനുള്ളത്? ഒന്നും തന്നെ കിട്ടാനില്ല. അതിലൊക്കെ ഒരു സന്തോഷം കണ്ടെത്തുന്നതാണോ വലിയൊരു കാര്യം? ഞാൻ പിന്നെ ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയോ, നമ്മളോട് പലരും ചോദിക്കുന്നില്ല. പണ്ടൊക്കെ പറയും അവർക്കറിയില്ല, അവർ നമ്മൾ പഴയ ആൾക്കാർ അങ്ങനെയല്ല ഇങ്ങനെയല്ലേ പറയും. പക്ഷേ ഇല്ലടാ, ഇപ്പോൾ ഒന്ന് വെച്ച് നോക്കിയാൽ ഞാൻ കൂടുതലും കേൾക്കുന്നത് അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അതിനെക്കുറിച്ചൊക്കെ അത്യാവശ്യം ബോധേഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത്. അവൾക്ക് എന്തൊരു വണ്ണമല്ലേ, ഇവിടെ എന്തൊരു മെലിഞ്ഞിട്ടാലേ എന്നൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നത്. എന്തിനാടാ ഇങ്ങനെയൊക്കെ കമ്പയർ ചെയ്തിട്ട്? നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിച്ചു പോകുമ്പോൾ എല്ലാവർക്കും അത്യാവശ്യം അറിയാവുന്ന കാര്യങ്ങളാണ്. ലുക്കിലല്ലയുടെ കാര്യം വർക്കിലാന്ന് പറയില്ലേ, അതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് അങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നത് വിചാരിച്ച് നമ്മളെ പോലെ അങ്ങനെ കാര്യമൊന്നും ചെയ്യുന്നതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിൽ നമ്മൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നും എന്താ പറയുക, അയ്യോ അവരിങ്ങനെ പറഞ്ഞാൽ അതിലൊന്നും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. വെച്ചാൽ അവർ അതിലാണ് സുഖം കണ്ടെത്തുന്നത്. നമ്മൾ അതെന്ത് ചെയ്യേണ്ട, മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങളായിട്ട് ഹാപ്പി ആയിട്ട് ചില്ലായിട്ട് സ്മൂത്ത് ആയിട്ട് പോവുക. അപ്പോൾ അത്രേ ഉള്ളൂ. ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.